ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു പഠിപ്പിക്കുകയാണ്. ശരീരത്തിനാവശ്യമായ ഭക്ഷണം പറഞ്ഞു തന്ന അതേ റബ്ബ് തന്നെയാണ് ആത്മാവിനാവശ്യമായ ഭക്ഷണം, അതിപ്രധാനമായ ഭക്ഷണങ്ങൾ ആത്മാവിനെ വിശപ്പടക്കാൻ. ശരീരത്തിന് മാത്രമല്ല, ഞാൻ രണ്ടും കൂടി കൂട്ടി വായിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ആത്മാവിന്റെ രണ്ടാമത്തെ ഭക്ഷണമായി ഇസ്ലാം പഠിപ്പിച്ചത് നിസ്കാരമാണ്. നിസ്കാരമാണ് ആത്മാവിന്റെ രണ്ടാമത്തെ ഭക്ഷണം. നിസ്കരിക്കാത്ത ഒരാളാണോ, അയാൾക്ക് ഉയരാൻ കഴിയില്ല. പിന്നെ നിസ്കരിക്കാതെ ആകാശത്ത് നോക്കിയിരുന്നിട്ട് ഞാൻ ഹോജയാണെന്നൊരാൾ പറഞ്ഞാൽ അയാൾ ആത്മീയമായ ലോകത്തെ ഹോജയല്ല, അയാൾ ഉയരാൻ കഴിയില്ല. പണ്ട് മംഗലാപുരത്ത് ഒരാളെ ദ്വാരക്കാൻ വേണ്ടി പിടിച്ചിരുന്നു. എന്താ, അയാൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരിക്കല. പിന്നെയാണ് ഇവർക്ക് വിവരമറിഞ്ഞത് ഇയാൾ മയക്കുമരുന്ന് കുത്തിവെച്ച് ആ ചിന്തയിലും ബോധത്തിലും ഇയാൾ ഇരിക്കുകയാണ്. തിരിഞ്ഞത് നിസ്കരിക്കുന്നില്ലേ. നിസ്കാരം ആത്മാവിന്റെ ഭക്ഷണത്തിലെ അതിപ്രധാനമായ ഭക്ഷണമാണ്. ഏതുപോലെ ഒരാളുടെ ശരീരത്തിന്റെ നിലനിൽപ്പിനായി ശ്വസനം എങ്ങനെയാണോ അയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീരവുമായി എന്ന പോലെ അയാളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നിസ്കാരം. ഒരാൾ ശ്വസിക്കുന്നില്ലെങ്കിൽ ശരീരം നശിച്ചു പോവും. അതേപോലെ ഒരാൾ നിസ്കരിക്കുന്നില്ലേ, അയാളുടെ ആത്മാവ് നശിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസമായ റസൂലുള്ളാഹി പറഞ്ഞെന്താ? തർക്കുസ്സലാഹ്, നിസ്കാരം ഒഴിവാക്കലാണ്. ആത്മാവിന് നിസ്കാരം അത്രമേൽ പ്രധാനമായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിസ്കാരത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത് എവിടുന്നാ? നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാമിന്റെ പല നിയമവും നിയമമാക്കപ്പെട്ടത് മദീനയിലാണ്. എന്നാൽ നിസ്കാരമോ മക്കയിൽ തന്നെ. മക്കയിൽ ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ട് കൂടെ മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. എന്താ കാരണം? ഒരാത്മാവിന്റെ വിശപ്പിൽ അതിപ്രധാനമായ ഭക്ഷണമാണ് നിസ്കാരം. അതിപ്രധാനമാണ് നിസ്കാരം. നോക്കൂ നിങ്ങൾ, നിസ്കാരം ചെയ്യുന്നതുണ്ട് ഈ ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ അറിയോ? സാധാരണ നമ്മൾ ശരീരത്തിന് കഴിക്കുന്ന ഭക്ഷണം, ഒരു ഭക്ഷണം കഴിച്ച ആ ഭക്ഷണത്തിന്റെ ഗുണം ഉണ്ടാവും. ആ ഭക്ഷണത്തിന്റെ ഒരു പക്ഷേ മോശമാ അതിന്റെ ഫലവും ശരീരത്തിലുണ്ടാവും. ഭക്ഷണത്തിന് രണ്ട് രീതി ഉണ്ടല്ലോ ഇന്നിപ്പോ പ്രത്യേകിച്ച്. കാരണം ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ മുഴുവൻ വിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ കൃഷി ചെയ്യുന്നത്. മാരകമായ വിഷങ്ങളാണ് അതിലേക്ക് അടിച്ചു കയറ്റുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാർത്ത വായിച്ചു. 1 മണിക്കൂർ നേരമെങ്കിലും ഉപ്പ് വെള്ളത്തിലും മഞ്ഞളിന്റെ വെള്ളത്തിലും ഇട്ടുവെക്കണം ഭക്ഷണം, എന്തെങ്കിലേ അതിലുള്ള വിഷങ്ങൾ നീങ്ങിപ്പോകൂ. ശരീരത്തിനാവശ്യമായ ഭക്ഷണം അങ്ങനെയാണ്. ഒരു ഭാഗത്ത് നമ്മൾ കഴിക്കുമ്പോഴും അതിന്റെ ഒരു ദൂഷ്യഫലം മറുഭാഗത്തുണ്ടാകും. എന്നാൽ ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ? ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ആത്മാവിന്റെ വിശപ്പടക്കാൻ സഹായിക്കുന്നുവെന്ന് മാത്രമല്ല, ആത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. ആത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ ഏതാ? നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളാണ് ആത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘമായ ഒരു ഹദീസുണ്ട്. ഹദീസിൽ റസൂലുള്ളാഹി പറയാൻ, നിങ്ങളുടെ ആത്മാവിന് ക്ഷതമേൽക്കുകയാണ്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആത്മാവിനെ കരിച്ചു കളയുകയാണ്. ആത്മാവിന് ക്ഷതമേൽക്കുന്നുണ്ട്. നിങ്ങൾ ളുഹർ നമസ്കരിക്കുമ്പോൾ ആ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ആത്മാവിന് ഉന്മേഷവും ഉണർവും ലഭിക്കുകയും ചെയ്യുന്ന ഓരോ നിസ്കാരവും റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ദീർഘമായ ഒരു ഹദീസ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പൊ ആത്മാവിന്റെ വളർച്ചയിൽ അതിപ്രധാനമായ രണ്ടാമത്തെ ഭക്ഷണമാണ് നിസ്കാരം. ഈ ഭക്ഷണങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. ആത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ അത് പരിഹരിക്കാൻ സഹായിക്കുന്നു. നിസ്കാരം സഹായിക്കുന്നുണ്ടല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല സമിഅതു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. അറഅയ്തും സ്വഹാബികളോട് റസൂലുള്ളാഹി പറയുകയാണ്, ശ്രദ്ധിക്കൂ നിങ്ങൾ, ശരീരത്തിന്റെ കാര്യം പറഞ്ഞ റസൂലുള്ളാഹി ആത്മാവിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നത്. സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബ അറഅയ്തും, സ്വഹാബ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ലൗ അന്ന നഹറൻ ബിബാബി അഹദികും, ഒരാളുടെ വീടിന്റെ അടുക്കൽ കൂടെ, ഒരാളിന്റെ വീട്ടിന്റെ കവാടത്തിന്റെ അടുക്കലൂടെ ഒരു പുഴ ഒഴുകിപ്പോവുകയാണ്. യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മർറാത്ത്, 5 നേരവും ആ പുഴയിൽ ഇറങ്ങി ഒരാൾ കുളിക്കുന്നു. സ്വഹാബ ഹൽ ബഖിയ മിൻ ദമനിഹി ഷൈഉൻ, അയാളുടെ ശരീരത്തിൽ വല്ല മ്ലേച്ഛതയും ഉണ്ടാകുമോ സ്വഹാബ? സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഇല്ല. ശ്രദ്ധിക്കൂ നിങ്ങൾ, ശരീരത്തിൽ നിന്നും മ്ലേച്ഛമായ അവസ്ഥകൾ, മ്ലേച്ഛത ഇല്ലാതെയാക്കാൻ, ചളിയും ചേറും ഇല്ലാതെയാക്കാൻ ഒരാൾ 5 നേരം കുളിച്ചാൽ എങ്ങനെയാണോ അയാളുടെ ശരീരം വൃത്തിയാകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറയുകയാണ്, സ്വഹാബ ഫകദാലിക മിസ്ലു മസലു ശദവാതിൽ ഖംസ്, അതേപോലെയാണ് 5 വക്ത് നേരത്തെ നിസ്കാരത്തിന്റെയും പ്രത്യേകത. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, മനുഷ്യൻ ചെയ്യുന്ന ദോഷങ്ങൾ അവന്റെ ആത്മാവിന് ക്ഷതമേൽപ്പിക്കുമ്പോൾ ആ ക്ഷതങ്ങൾ പരിഹരിക്കാൻ നിസ്കാരമാകുന്ന ഭക്ഷണത്തിലൂടെ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതൊക്കെ എവിടെ അറിയോ? നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ശരീരത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെയാണ് ആത്മാവിനും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത്. ഇത് വല്ലാത്ത ആയത്താണ്. ഞാൻ ആദ്യം ഓതിയില്ലേ, യാ ബനിയാദം, മനുഷ്യ സന്തതികളെ, ഖുദൂ സീനതകും മിൻ ദുഖുല്ലി മസ്ജിദിൻ, പള്ളിക്ക് പോകണം, നിസ്കരിക്കാൻ പോകണം. പള്ളിക്ക് എന്തിനാ പോകാൻ? നിസ്കരിക്കാൻ. 5 വക്ത നേരത്തെ നിസ്കാരവും നിങ്ങൾ നിർവഹിക്കണം. ഖുർആൻ എന്നിട്ട് പിന്നെ പറയാൻ വകുലൂ വശ്റബൂ, ആത്മാവിന്റെ ഭക്ഷണം നിങ്ങൾ നൽകണം, എന്നിട്ട് ശരീരത്തിന്റെ ഭക്ഷണവും കൊടുക്കണം, എന്നിട്ട് ശരീരത്തിന്റെ ഭക്ഷണവും നൽകണം. ഇവിടെ പഠിപ്പിച്ചു, വലിയൊരു മസല പഠിപ്പിച്ചു മഹാന്മാരായ ആലിമീങ്ങൾ. ഒരാളുടെ ശരീരത്തിന് അതിയായ വിശപ്പുണ്ട്, എന്നാ അള്ളാന്റെ വലിയ കാരുണ്യം നോക്ക് നിങ്ങൾ. അള്ളാഹു പറഞ്ഞു, എന്നാ അപ്പൊ നിങ്ങൾ ശരീരത്തിന്റെ വിശപ്പടക്കിയിട്ട് ആത്മാവിന്റെ ഭക്ഷണം കൊടുത്താൽ മതി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭക്ഷണം. അങ്ങനെ തന്നെയല്ലേ എന്നെ ഭക്ഷണത്തിന്റെ സമയം പഠിപ്പിച്ചത്? കോട്ടക്കൽ ആർവേദശാലയിലെ ഭാര്യ എടുത്തു പോയപ്പോ എന്നെ കണ്ടപാടെന്നെ ചോദിച്ചു, ഒരു ദിവസം ചിരിച്ചിട്ട് ചോദിച്ചു, ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കഴിക്കുന്നു? ഞാൻ പറഞ്ഞു, ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ 5 ആവും, 6 ആവും, 7 ആവും. ചിരിച്ചു. അടുത്തതിനോട് ചോദിച്ചത് ഭക്ഷണത്തിന്റെ സമയം എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, അതും ആളുകളുടെ സൗകര്യം. എന്നോട് ചോദിച്ചു, നാസ്ത എപ്പോഴാ കഴിക്കാറുള്ളത്? ഞാൻ പറഞ്ഞു, ഒരു 9-9:30 ആവും. കാരണം കണ്ണൂരിക്കാർ കത്തിയിട്ടാണ്, അടക്കലാണ്, കത്തൽ അടക്കാന്ന് പോലും പറയാം. നാസ്ത കഴിക്കലല്ല, കത്തൽ അടക്കലാണ്. കത്തൽ അടക്കണമെങ്കിൽ വയറ് കത്തണം, കത്തിയാലും പോരാ, ആളി കത്തണം. ആളെ കത്തിയാൽ അടക്കുമ്പോൾ ഞാൻ 9:30 എന്ന് പറഞ്ഞപ്പോ ഭാര്യർ എന്നോട് പറഞ്ഞു, പോരാ, 6 മണിക്കാണ് രാവിലെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കേണ്ടത്. നാസ്ത കഴിക്കേണ്ടത് 6 മണിക്കാണ്. ഞാൻ കൂട്ടിക്കുമ്പോ ശരിയാണ്. 4:55 സുബയാൻ കൊടുത്ത് 4:05 സുബൈ നിസ്കരിച്ച് 5:30 ജമാഅത്ത് കഴിഞ്ഞ് അതന്നെ ഇരുന്ന് ഒരു ജുസ്ഇ 20 മിനിറ്റ് കൊണ്ട് ഓതി വീട്ടിലേക്ക് എത്തുമ്പോ 6:05 നാസ്ത കഴിക്കേണ്ട സമയമാണ്. ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിനും ഭക്ഷണം നൽകുക. ഇത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറഞ്ഞു. ആത്മാവിന്റെ വളർച്ചയിൽ അതിപ്രധാനമാണ് ഭക്ഷണം. ശരീരത്തിന്റെ വളർച്ചയിൽ പ്രധാനമായ പോലെ നിസ്കാരം. ഞാൻ പറയട്ടെ, നിസ്കാരമില്ലാതെ ആത്മീയമായ ലോകത്തേക്ക് ഉയരാൻ കഴിയില്ല. ആര് പറഞ്ഞു? അങ്ങനെയുണ്ട് കുറെ തുരീക്കത്ത്. ഓല് പറഞ്ഞിട്ട് നിസ്കരിക്കൊന്നും ചെയ്യണ്ടാണ്, നിസ്കരിക്കണ്ട. എന്താ പറയണ്ടേ? അങ്ങനെ ഇരുന്നാ മതി. നിസ്കാരം അള്ളാനെ ഓർക്കാനല്ലേ? അള്ള എപ്പോഴും എന്റെ കൽബിലുണ്ട്, പിന്നെന്തിനാ നിസ്കരിക്കണത്? നിസ്കാരം അതിമേൽ പ്രധാനമാണ്. എന്നോട് പിന്നെ ഭാര്യ ചോദിച്ചു, ഉച്ചക്ക് ഭക്ഷണം എപ്പോഴാ കഴിക്കലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 3 മണിക്കാവുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പറ്റില്ല, ഉച്ചഭക്ഷണം 1 മണിക്ക് മുമ്പ് കഴിക്കണം. ശരീരത്തിന്റെ ഭക്ഷണം മുമ്പ് പറഞ്ഞു. ഞാൻ ആലോചിച്ചു നോക്കുമ്പോ എത്ര കറക്റ്റാണത്. ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ളുഹർ നമസ്കാരം ആത്മാവിന്റെ ഭക്ഷണമാണ്. ളുഹർ നിസ്കരിച്ച് ജമാഅത്ത് കഴിഞ്ഞ് 12:25 ബാങ്ക് കൊടുത്തു. 12:40 ജമാഅത്ത് തുടങ്ങി. 12:55 നിസ്കാരം കഴിഞ്ഞു. 1 മണിക്ക് വീട്ടിലെത്തുമ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയം. അത് ശരീരത്തിന്റെ ഭക്ഷണം, മറ്റത് ആത്മാവിന്റെ ഭക്ഷണം. സഹോദരങ്ങളെ, ഒരാൾ നിസ്കരിക്കുന്നില്ലേ, ഒരാൾ സുബൈ നിസ്കരിച്ചിട്ടില്ലേ, അയാൾ നാസ്ത കഴിക്കാതിരുന്നാൽ എന്ത് ദോഷം അയാളുടെ ശരീരത്തിന് വരും? അതുപോലെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അത്ര നിസ്സാരമായി കരുതരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ, മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ.
നാസ്ത ഒരാളുടെ ആരോഗ്യത്തിലെ അതിപ്രധാനമായ ഭക്ഷണമാണ്. സുബഹി അതിപ്രധാനമാണ്. എന്തുകൊണ്ട്? മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഒരാൾ സുബഹി നമസ്കരിച്ചാൽ ഒരാൾ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. റബ്ബ് അയാളെ ഏറ്റെടുത്തു കഴിഞ്ഞു. അല്ലാഹ് ആരാ? അല്ലാഹ് പറഞ്ഞു വനഫഖ ഫീഹി മിൻ റൂഹി, വനഫഖ ഫീഹി മിൻ റൂഹി. അല്ലാഹുവിന്റെ റൂഹാണ് ഈ ശരീരത്തിലേക്ക് അല്ലാഹു നിക്ഷേപിച്ചത്. റബ്ബിന്റെ റൂഹിന്റെ അംശമാണ്. ആ റൂഹിനെ അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സുബഹി നിസ്കരിച്ച അന്നൊരാൾ ളുഹറിന് മുമ്പ് മരിച്ചുപോയാൽ ഉറപ്പായ അയാൾ അല്ലാഹുവിന്റെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പടച്ച റബ്ബിന്റെ സുന്ദരമായ സന്തോഷത്തിന്റെ ലോകത്തേക്കാണ് അയാളുടെ കടന്നുപോക്ക്. നിസ്കാരം അത്രമേൽ പ്രധാന. ഞാൻ എന്നോട് പിന്നെ പറഞ്ഞു, അസർ നിസ്കാരം എന്നോട് പറഞ്ഞൊരു 4 മണിക്കൂർ ചായയും ഒരു കടിയും കഴിക്കാൻ. ഞാൻ നോക്കുമ്പോ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആ സമയം. ആത്മാവിന്റെ ഭക്ഷണം, ശരീരത്തിന്റെ ഭക്ഷണം, ഈ രണ്ടും ഖുർആൻ ഒരേ ആയത്തിലാ പറഞ്ഞ്. ഞാൻ ഏറെ ഈ ആയത്തിന്റെ മുമ്പിൽ ഏറെ ചിന്തിച്ചിരുന്നു പോയിട്ടുണ്ട്. നിസ്കാരം പറഞ്ഞ അതേ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത്. എന്തേ? നിസ്കാരം ആത്മാവിന്റെ ഭക്ഷണം, മനുഷ്യൻ ഭൂമിയിൽ വെച്ച് കഴിക്കുന്ന അവന്റെ ഭക്ഷണം, ശരീരത്തിന്റെ ഭക്ഷണം. അസർ നിസ്കാരം കഴിഞ്ഞ പാടെ ഭക്ഷണം. പിന്നെ പറഞ്ഞു രാത്രി ഭക്ഷണത്തിൽ പറഞ്ഞ എന്താ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മഗ്രിബിന് ശേഷം അധികവും മഗ്രിബിന് കഴിഞ്ഞ ഉടൻ റസൂലുള്ള ഭക്ഷണം കഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഭക്ഷണത്തിന് അശാ എന്ന് പറയുന്നത്. മഗ്രിബിനും ഇശാഇനും കൂടെ പറയുന്ന പേരാണ് അശാ. ഇശാഇൻ, അശാഇൻ എന്ന് പറയാറുണ്ട്. ഇശാഇൻ 2, മഗ്രിബിനും ഇശാഇനും കൂടെ പറയാറുണ്ട് ഇശാഇൻ. അത് രണ്ടിന്റെ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണമായതുകൊണ്ടാണ് അശാഇൻ. അശാ എന്ന് രാത്രി ഭക്ഷണത്തിന് പറയുന്നത്. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ പാടെ ഭക്ഷണം. രാത്രിയോ ഇശ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കല് ചെയ്യേണ്ട, പിന്നെ കിടന്നുറങ്ങുകയാണ്. ആത്മാവിന് ഭക്ഷണം കൊടുത്താകണം കിടന്നുറങ്ങേണ്ടത്. അതിന്റെ മേലെ പിന്നെ ശരീരത്തിന് ഭക്ഷണമില്ല. അതുതന്നെയാണ് രാത്രിയുടെ ഭക്ഷണം. ഇശാ നമസ്കാരത്തെ കുറിച്ച് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? മൻ തറക സ്വലാത്തുൽ ഇശാഇ, ഒരാൾ ഇശാ നമസ്കാരം ഒഴിവാക്കിയാൽ തബറഅ മിൻഹുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അയാളിൽ നിന്ന് പിന്മാറിക്കളയുന്നതാണ്. ഇശ നിസ്കരിക്കാതെ ഒരാൾ കിടന്നുറങ്ങിയാൽ റബ്ബ് ആ ആത്മാവുമായി പടി യാതൊരു ബന്ധവുമില്ല. അല്ലാഹു ബന്ധം തന്നെ വിച്ഛേദിച്ചുടയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കൂ നിങ്ങളൊന്ന്, ശരീരത്തിന്റെ ഭക്ഷണം, മറ്റൊന്ന് ആത്മാവിന്റെ ഭക്ഷണമാണത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരം ആത്മാവിനെ ക്ഷതം പരിഹരിക്കാൻ സഹായിക്കുകയാണ്. മാത്രമല്ല ഈ ആത്മാവിനെ വളരാനും നിസ്കാരം സഹായിക്കുകയാണ്. ആത്മാവിനെ വളരാൻ നിസ്കാരം സഹായിക്കും. ഒരാൾ എത്ര നമസ്കരിക്കുന്നുവോ അയാൾ അത്രമാത്രം ആത്മീയ ലോകത്തേക്ക് ഉയർന്നു പോകുന്നു. എന്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ മിഅ്റാജാൻ, മിഅ്റാജാൻ. ഈ റൂഹ് ആരിൽ നിന്നാണോ പുറത്തേക്ക് വന്നത് ആ റബ്ബിലേക്കുള്ള മിഅ്റാജാണ് നിസ്കാരം. നിസ്കാരത്തിലേക്ക് ഒരാൾ കയറിപ്പോവാൻ, നമ്മളേടെ കയറിപ്പോണ്? നമുക്ക് ഈ മിഅ്റാജ് എന്താണെന്ന് തിരിയില്ല. കാരണം അങ്ങനെ ഒരു നിസ്കാരം ജീവിതത്തിൽ നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നിസ്കാരം മിഅ്റാജാണ്, റബ്ബിലേക്കുള്ള മിഅ്റാജ്. മനുഷ്യന്റെ ആത്മാവ്, ഈ ആത്മാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി കണക്റ്റഡ് ആവുകയാണ് നിസ്കാരത്തിൽ. അപ്പോൾ തന്നെ ഈ ആത്മാവ് വളർന്ന് വളർന്ന് പന്തലിക്കാൻ തുടങ്ങുകയാണ്. റബ്ബുമായി ടച്ചാകുന്നതിനനുസരിച്ച് അതിനും നിസ്കാരം സഹായിക്കുകയാണ്. പടച്ച റബ്ബിലേക്കുള്ള അല്ലാഹുവിലേക്കുള്ള മടക്കമാണ് സത്യത്തിൽ നിസ്കാരം. മാത്രമല്ല ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഖറബുമായ ഖൂനുൽ അബ്ദു ഇലാ റബ്ബി, തന്റെ റബ്ബിലേക്ക് ഒരടിമ അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അസ്സുജൂദു, സുജൂദാണ്. അപ്പൊ സുജൂദിലെത്തുമ്പോൾ അവൻ പൂർണ്ണമായും പടച്ച റബ്ബുമായി കണക്റ്റഡ് ആകുന്നു.